ഒരു ഫിഗർ തന്നുകൊണ്ട് നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്, ദിസ് ഇസ് എ റെക്ടാങ്കിൾ, 18 ആണ് ഇതിന്റെ ലെങ്ത്, 2 ആണ് ഇതിന്റെ ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ? 18 plus 2 into 18 plus 2, that is 20. 20 into 2, 40 ആണ്. 2 18 വരും, 2 4 വരും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു റെക്ടാങ്കിളിൽ നിന്ന് how many squares can cut? How many squares can cut? Side is 2 centimeter. 2 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം? ഇവിടെ ഇപ്പൊ 2 സെന്റിമീറ്റർ ആണ് വീതി എന്ന് പറഞ്ഞു, എടുത്ത് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഒരെണ്ണം കട്ട് ചെയ്തു. ഇങ്ങനെയുള്ള എത്ര എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം? ആരാധ്യ, ആ ചോദ്യം ഒന്ന് ക്ലിയർ ആയി കൊടുക്കുമ്പോളെ. ഈ റെക്ടാങ്കിളിനെ എത്ര ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ ആക്കാം? അതെ, ആ സ്ക്വയറിന്റെ ലെങ്ത്തിലേക്ക് ഒരു വശം എത്രയായിരിക്കണം, ഒരു സൈഡ് എത്രയായിരിക്കണം? ഒരു വശം 2. ഒരു വശം 2 സെന്റിമീറ്റർ വശമുള്ള എത്ര സ്ക്വയർ? കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ 9. ആരാധ്യക്ക് എന്ത് തോന്നുന്നത്? 9 തന്നെയാണോ? യെസ് സർ. ആയിരിക്കും. ഇപ്പൊ 2 ഇവിടെ 2, അങ്ങനെ 9 കട്ട് ചെയ്തെടുക്കാം. കുട്ടികള് 9 അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് ചെയ്ത കുട്ടികൾ ഉണ്ടോ? ഇല്ല, എല്ലാരും 9 ടൈപ്പ് ചെയ്തു. ഇതിനോട് അനുബന്ധിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ആരാധ്യ ശ്രദ്ധിച്ചോളൂ. ആ ഒരു സ്ക്വയറിന്റെ ഇന്നലെ കട്ട് ചെയ്തെടുത്ത ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ? ടൈപ്പ് ചെയ്ത് മോളെ വിളിച്ച് പറയരുത്. മോളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടായി കളയും. വിളിച്ച് പറയാൻ പാടില്ല. ആ കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ മോളെ, അതിന് സാവകാശം കൊടുക്കും. ആ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്ത ആൻസർ മാത്രം മോൾ പറയും. ഏതാണ് ശരിയായ ആൻസർ? 8 ആണ്. കാരണം 2 2 2 2 8 ആണ്. ഇനി ഇതൊരു ഈസി ചോദ്യമാണെന്ന് നിങ്ങളുടെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകത, ഒരു എളുപ്പമുള്ള ചോദ്യം, ഒരു കടുപ്പുള്ള ചോദ്യം. An easy question and a difficult question. എല്ലാവരോടും ചോദിക്കുന്നു സമ്മതത്തോടു കൂടി, ഞാനൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നോട്ടെ? മറുപടി യെസ് ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അല്ല, നിങ്ങളല്ല പറയേണ്ടത്, അവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യിക്കുന്ന മോക്ക് യെസ് എന്ന് പറയാം. എല്ലാവരും യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ മക്കളെ? ഓക്കെ, വെരി ഗുഡ്. കുട്ടികൾ യെസ് എന്ന് ടൈപ്പ് ചെയ്ത സ്ഥിതിക്ക് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. പക്ഷെ അവർ ആദ്യ ഘട്ടത്തിൽ പേരൻസ് സഹായിക്കരുത്, അവർ സ്വന്തം ചെയ്യട്ടെ. Anadya, could you please read this word name? Babu. Babu. Babu has 1000 rupees note. ബാബുവിന്റെ കയ്യില് എത്ര രൂപയാണുള്ളത്? 1000 rupees. നോട്ട്. നമ്പർ ഓഫ് നോട്ട്സ്. ആ 1000 റുപ്പീസിലെ ബാബുവിന്റെ കയ്യിലെ നമ്പർ ഓഫ് നോട്ട്സ് എണ്ണം അത് 20 ആണ്. 20. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങളുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഈ ചോദ്യം തന്നിട്ടുള്ളൂ. ഹൗ മെനി or which are the notes? ബാബുവിന്റെ കയ്യിലുള്ളത് 1000 രൂപയാണ്. ആ 1000 രൂപയുടെ എണ്ണം 20 ആണ്.
ആ നോട്ടുകൾ ഏതൊക്കെയായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ആ ചോദ്യം ഞാൻ തന്നിട്ടുള്ളത്. ആരാധ്യ, ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏതെല്ലാമാണ് ആ നോട്ടുകൾ എന്നാണ് ചോദ്യം. എങ്ങനെയല്ല കുട്ടികൾ ടൈപ്പ് ചെയ്തത്? പക്ഷേ എന്റെ കണ്ടീഷൻ അങ്ങനെയല്ല. ബാബുവിന്റെ കയ്യിലുള്ള നോട്ടിൽ 500 രൂപയുടെ നോട്ട് വേണം, ബാബുവിന്റെ കയ്യിൽ 200 രൂപയുടെ നോട്ട് വേണം, ബാബുവിന്റെ കയ്യിൽ 20 രൂപയുടെ നോട്ട് വേണം, ബാബുവിന്റെ കയ്യിൽ 5 രൂപയുടെ നോട്ട് വേണം. ആരാധ്യ, എന്റെ ചോദ്യം മനസ്സിലായോ? ബാബുവിന്റെ കയ്യിലുള്ള 1000 രൂപ നോട്ടിൽ 500 രൂപയുടെ നോട്ടുണ്ട്, 200 രൂപയുടെ നോട്ടുണ്ട്, 20 രൂപയുടെ നോട്ടുണ്ട്, 5 രൂപയുടെ നോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1000 തികയാൻ ഇതൊക്കെ എത്ര വീതം വേണം എന്നാണ് എന്റെ ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ. ആരാധ്യ, എന്റെ ചോദ്യം വ്യക്തമല്ലേ? ഒന്ന് മോളൊന്ന് അന്ന് വ്യക്തമായി കൊടുക്കൂ. കഴിഞ്ഞ ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ മതി. How many notes are there with Babu? 500. 500 റുപ്പീ നോട്ട് ബാബുവിന്റെ കയ്യിലുണ്ട്. അത് എത്ര എണ്ണം വേണ്ടി വരും? 200 രൂപയുടെ നോട്ട് എത്ര എണ്ണം വേണ്ടി വരും? ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഒരു കുട്ടിക്ക് പറയാം, ഉത്തരം കിട്ടിയ ഒരു കുട്ടിക്ക് പറയാം. 500 രൂപയുടെ എത്ര നോട്ട് ഉണ്ടാവും? ആദ്യം ഒന്ന് കുട്ടിയുടെ പേര് പറയും. ആദ്യം അശ്വതി. ബാക്കിയുള്ളവരൊക്കെ മൈക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പേരൻസ് കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ എല്ലാവർക്കും പ്രതികരിക്കാലോ. അശ്വതി വന്നോളൂ, മുന്നോട്ട് കേൾക്കാമോ? വൈഷ്ണവി ഏത് സ്കൂളാ മോള്? സ്കൂളിലെ വൈഷ്ണവി ഒഴിച്ച് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇന്ന് നല്ല സുഖം, നമുക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യില്ല. വൈഷ്ണവി 500 രൂപയുടെ എത്ര നോട്ടുണ്ടാവും? 1. അപ്പൊ ഒരു 500 ഉണ്ടാവും. 200 രൂപയുടെ എത്ര നോട്ടുണ്ടാവും മോളെ? 1. അപ്പൊ ഒരു 200 ഉണ്ടാവും. 20 രൂപയുടെ എത്ര നോട്ടുണ്ടാവും മോളെ? 10. ഓഹോ, 10 ആയിക്കോട്ടെ. അപ്പൊ എത്ര വരും? 200. 5 രൂപയുടേതാ. $20. ഓക്കെ. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും രീതി പറയാൻ പറ്റും? ഒരാൾ പേര് പറഞ്ഞോളൂ. 500 രൂപയുടെ 1. 200ന്റെ 2 നോട്ട്. 200 2 നോട്ടാ? 500 2 നോട്ട്. അപ്പൊ 400 ആയി. 20ന്റെ 4 നോട്ട്. ഓ, അപ്പൊ 80 ആയി. 5ന്റെ 4 നോട്ട്. 5ന്റെ 4 നോട്ട്. അപ്പൊ 20 ആയി. അവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരാൾക്ക് വേറെന്തോ തോന്നുന്നുണ്ട്, അത് പറയും. ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ബാബുവിന്റെ കയ്യിൽ മൈക്ക് മ്യൂട്ടി ഞാൻ പറയട്ടെ. ബാബുവിന്റെ കയ്യിൽ ഒരു കാര്യത്തിൽ ബാബുവിന് നിർബന്ധമുണ്ട്. 20 രൂപയുടെ 14 നോട്ടിന്റെ ബാബുവിന്റെ കയ്യിൽ ഉണ്ടായേ മതിയാവും. കാരണം ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട് 20 രൂപയുടെ 14 നോട്ട് വേണം. ബാക്കി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ബാബുവിനോട് പറഞ്ഞിരിക്കുന്നത് 20 രൂപയുടെ 14 നോട്ട് കൊണ്ടുവരണം. ബാക്കി എങ്ങനെ കൊണ്ടുവരും 1000 രൂപ തേക്കാൻ? പറയും, ഒരാൾക്ക് പറയും. ആരുമില്ലേ? 20 രൂപയുടെ 14 നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ബാബുവിനോട്. ബാക്കിയൊക്കെ ഏത് വേണം ചെയ്തോട്ടെ. ബാക്കി പേര് പറയും, പേര് പറഞ്ഞിട്ട് പറയും. ആരാധ്യ, ആരാധ്യ പറഞ്ഞോളൂ. 500-ന്റെ ഒരു നോട്ട്. ആയിക്കോട്ടെ, 500-ന്റെ ഒരു നോട്ട് ആരാധ്യ അത് സമ്മതിച്ചു. പിന്നെ 200-ന്റെ ഒരു നോട്ട്. 200-ന്റെ ഒരു നോട്ട് അതും സമ്മതിച്ച് 200 ആയി. 5-ന്റെ 20-ന്റെ 14. 20-ന്റെ 14 നോട്ടാകുമ്പോ എത്ര രൂപയാവും? 280. ആ അത് റെഡി. പിന്നെയോ 5-ന്റെ 4. 5-ന്റെ 4 ആകുമ്പോ എത്രയാവും? 20. ഇതെല്ലാം കൂട്ടിയാൽ എത്രയാണ്? 1000. അപ്പോൾ നിങ്ങൾ ഒരുപാട് രീതിയിൽ ഈ 1000-ത്തെ കൊണ്ടുവന്നു. ഇതൊന്നുമില്ലാതെ ഒരു കണ്ടീഷന് പറയാതെ വരികയാണെങ്കിൽ വെറും 500-ന്റെ നോട്ടാണെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? 2. ശരി ശരി. ബാബുവിന്റെ കയ്യിൽ എല്ലാം 200 നോട്ടാണെങ്കിൽ എത്ര വേണ്ടി വരും? 5. ബാബുവിന്റെ കയ്യിൽ എല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ എത്ര വേണ്ടി വരും? 10. ബാബുവിന്റെ കയ്യിൽ എല്ലാം 50 രൂപ നോട്ടാണെങ്കിൽ എത്ര വേണ്ടി വരും? 20. ആരാധ്യ, ബാബുവിന്റെ കയ്യിൽ എല്ലാം 50 രൂപ നോട്ടാണ്, എത്ര വേണ്ടി വരും? 20. കോഹോസ്റ്റായ കുട്ടിയോട് പറയുന്നത് 20. പിന്നെ തൊട്ട് എന്ന് പറഞ്ഞ ബാബുവിന്റെ കയ്യില് ഇപ്പോ 1000 രൂപ ഇട്ട് തേക്കുന്നത് എല്ലാം 20 രൂപ നോട്ടാണ്, എത്ര വേണ്ടി വരും? ടൈപ്പ് ചെയ്യുന്നുണ്ട് മോളെ, നോക്കി പറയൂ. എത്ര? 50. ബാബുവിന്റെ കയ്യിൽ എല്ലാം 5 രൂപ നോട്ടാണ്, എത്ര വേണ്ടി വരും? കുട്ടികൾ ടൈപ്പ് വായിച്ചൂടെ മോളെ? വെറുതെ അല്ലല്ലോ പോസ്റ്റ് ആക്കിയത്. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിയെങ്കിലും വായിക്കും മോളെ, ഇത്ര ശരിയുള്ളത്. ഓ 200. അപ്പോൾ ഇത് 5ാം ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ സംഖ്യകളുടെ രീതികളൊക്കെ പഠിക്കും. ഞാൻ റോമൻ നമ്പറോട് എഴുതാൻ പോവുകയാണ്. ആ റോമൻ നമ്പറിലെ ആൻസർ ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുന്ന 5 പേര് ഞാൻ നോക്കും. ആരാധ്യയും വേറെ ഏതൊരു കുട്ടിയാണ് ഇവിടെ കോഹോസ്റ്റ് ആയിട്ടുള്ളത്? വേദികയോ? വേദികയും ആരാധ്യയും കൂടെ ഉണ്ട്. അവര് നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് കോഹോസ്റ്റ് ആകാൻ താല്പര്യമുള്ളത്. ഞാൻ ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും അവരുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടും പറയട്ടെ, ക്ലാസിന്റെ സുഗമമായ നടത്തിപ്പിന് 10 കോഹോസ്റ്റ് ആയ കുട്ടികളെ എനിക്ക് ആവശ്യമുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. ആ 10 കുട്ടികളെ ഞാൻ ഓൺ ചെയ്ത് വെക്കും, ബാക്കിയെല്ലാം മ്യൂട്ട് ചെയ്യും. അപ്പൊ ആ 10 കുട്ടികൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, കുട്ടികൾ കമന്റ് ചെയ്തതിനനുസരിച്ച് ശരിയായ ഉത്തരം വിളിച്ചു പറയലാണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ കാരണം പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കലാണ്. അവരുടെ കൂടെ പേരൻസ് ഇരിക്കുന്നില്ലെങ്കിൽ അതിന് നിൽക്കരുത്. കാരണം കുട്ടികൾ ഫോൺ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റേ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നതെന്നല്ല. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പേരൻസ് ഒന്ന് തയ്യാറായാൽ നന്നായിരുന്നു.
വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശരി, അതിനെ കേൾക്കാമോ മോളെ? Yes, sir. Yes, sir. ഞാൻ ഇവിടെ ഒരു റോമൻ നമ്പർ എഴുതുന്നു. ഏതാണ് ആ സംഖ്യ എന്നുള്ളത് നിങ്ങൾ പറയണം. CDXC. ബോർഡ് ക്ലിയർ ആണോ ആരാധ്യ? Yes, sir. യെസ്. ആ പറയൂ സർ. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. കുട്ടികളൊന്ന് ടൈപ്പ് ചെയ്തോട്ടെ. കുട്ടികൾ ടൈപ്പ് ചെയ്തത് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി. ശരിയായ ഉത്തരം 1 or 2 വന്നിട്ടുണ്ടോ? ആ ശരിയായ ഉത്തരം അതിന്റെ ID നോക്കിയാൽ വിളിക്കും. ശ്രീലേഖ, അർഷിന, ഈ പേരുള്ള കുട്ടികളാണ്. ഇതിപ്പം മറുപടി പറയട്ടെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ആരാധ്യ ഉണ്ട്, ശ്രീലേഖ, അർഷിന, ഇവരൊക്കെയാണ്. ഓക്കെ, ഇത് വന്ന് ജിജി പെട്ടെന്ന് പോയി. ആ ഓക്കെ 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 ഓക്കെ, ശരി 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 ശരി. അപ്പൊ ശ്രീലേഖയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു. ശ്രീലേഖ കേൾക്കാമോ? Yes, sir. ഏത് സ്കൂളാണ് ശ്രീലേഖ? Providence Junior. ഈ ശ്രീലേഖ എന്നുള്ളതാണോ മോളെ പേര്, അല്ലെങ്കിൽ മോളെ പേരെന്താണ്? Varada. വരദ. വരദ എത്രയാണ് ആൻസർ കിട്ടിയത്? 490. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 490 ആണ്. എങ്ങനെ കിട്ടി? CD means 400. D means 500. ഒരു റോമൻ നമ്പറിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറുത് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക് മിൽക്ക്, 100 വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ 500 100 കുറച്ചാൽ 400, അത് ഉറപ്പാണ്. അടുത്തത് ലിറ്റിൽ കാറ്റ്. C means 100. X അതിൽ means നിന്ന് 10. 10 കുറയ്ക്കുന്നു. അപ്പൊ 400 10 കൊണ്ട് 400. ഓക്കെ, ശരിയാണ്. 490 കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. വരദ, ആ എല്ലാവർക്കും ഒരു ലൈക്ക് കൊടുത്തേക്കുമുണ്ട്. വരദ ഓക്കെ ആണോ? കൊടുത്തോ? വരദ പോയോ? വരദ കേൾക്കുന്നില്ലേ? ഇല്ല, കേൾക്കുന്നുണ്ട്. ഓ, കേൾക്കാമോ? ക്യാൻ യു ഹിയർ മീ? Yes. യെസ്. വരദയുടെ അടുത്ത ചോദ്യം. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നു, വരദ മറുപടി പറയുന്നു. 200, 400, 300, 600, 1000. ഇവിടെയുള്ള സംഖ്യ ഏതാണ്? വരദ, കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യും. എത്രയാണ് മക്കൾ ടൈപ്പ് ചെയ്തത്? മോൾ പറയും. 500. 500 is the right answer. എങ്ങനെയാ മോളെ കിട്ടുന്നത്? അതൊന്ന് പറയും. ആരാധ്യ, ആ എങ്ങനെയാണ് ഈ 500ലേക്ക് പോയത്? Sir, 200ന്റെ ഇരട്ടയാണ് 400. 300 ഇരട്ടയാണ് 600. അപ്പം 1000ന്റെ ഇരട്ട 500. 1000ന്റെ ഇരട്ടല്ല, 500ന്റെ ഇരട്ടിയാണ് 1000 അല്ലേ? Yes, sir. ആ ശരി ശരി ശരി, ആയിക്കോട്ടെ, ശരി. അപ്പോ കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾ കുറെ ആൾക്കാർ പറഞ്ഞു കാരണങ്ങളിലെ ചോദ്യം കടുപ്പുള്ള ചോദ്യമായിക്കോട്ടെ. എളുപ്പമുള്ള ചോദ്യം തരാം. ഇനി കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് മക്കൾ ഫോൺ കൊടുക്കുക. അവരുടെ പ്രതികരണം അറിയാനുള്ള താല്പര്യമുണ്ട്. ആദ്യം ഞാൻ ഒരു മിനിറ്റ് ആംഗ്ലന്റെ സ്കൂളിലെ രക്ഷിതാക്കളെ മാത്രം വിളിക്കുകയാണ്. ആ രക്ഷിതാക്കളൊന്ന് മൈക്ക് എടുത്തിട്ട് അല്ലെ ഫോൺ എടുത്ത് പ്രതികരിക്കൂ. ഇപ്പോഴത്തെ ക്ലാസ് ക്ലിയർ ആണോ?
Yes, sir. Yes, sir. ഏതെങ്കിലും ഒരു രക്ഷിതാവ് ആ കുട്ടിയുടെ പേര് പറഞ്ഞു മതി. Sir. ആ. Sir, അമ്മയുടെ അമ്മയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. ഒന്ന് സ്പീഡ് കൂടുന്നതോ? ഇല്ല സ്പീഡ് റെഡിയാണ്. ഇല്ല sir. റെഡിയാണ്. ഒന്ന് ചോദ്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി രക്ഷിതാക്കളോട് പറയുന്നു. നിങ്ങളുടെ മക്കളെ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എന്റെ മൊബൈലിൽ ഒന്ന് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഐഡിയയിലാണോ മക്കൾ കയറുന്നത് അത് എനിക്ക് പറഞ്ഞു തരാം. എന്നാൽ എനിക്ക് കോഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ നിൽക്കാമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഇഷ്ടമാരി കിടക്കുകയാണ്. നിങ്ങളത് ചെയ്യണം. ഞാൻ പറയുന്നത് രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ മക്കളെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് ചോദിക്കുകയോ അവരുടെ അറിവ് പരിശോധിക്കുന്നതിന് വേണ്ടിയല്ല. അത് ആദ്യം തിരിച്ചറിയുക. ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, അവരുടെ കൂട്ടുകാർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാല്, കാരണം ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ 100-ലധികം കുട്ടികൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി മൈക്ക് ഓൺ ചെയ്യും. പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒന്ന് അടുത്ത പ്രാവശ്യം ആ ക്ലാസ്സിൽ നിങ്ങൾ ഒരുങ്ങണം. ആംഗ്ലോ ഇന്ത്യയിൽ 13-ാം തീയതി മറ്റന്നാള് രാവിലെ നേരിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കുട്ടികളോട് ഒരു വരയില്ലാത്ത അൺറോൾഡ് കോളേജ് നോട്ട് ബുക്ക് വലുത്, ഇപ്പൊ അവരിന്ന് നോട്ട് ബുക്ക് കൊണ്ടുവരാൻ പറയണം. ഒരു ബോൾ പോയിന്റ് പേന നിർബന്ധമായിട്ട് വേണം, അവരുടെ കയ്യിൽ ഉണ്ടാകും. കൂട്ടത്തിൽ ഒരു റെഡിങ് പേനയും വേണം, പെൻസിൽ വേണം, സ്കെയിൽ വേണം. ഈ ഒരുക്കങ്ങളോട് കൂടി വേണം അടുത്ത ക്ലാസ്സിൽ അവരെ പറഞ്ഞേക്കാം. നേരിട്ട് ക്ലാസ് തൊട്ടും അവർക്ക് ബോധ്യപ്പെടും. ഞാൻ നേരെ പ്രോവിഡൻസ് ജൂനിയറിലേക്ക് പോകുന്നു. പ്രോവിഡൻസ് ജൂനിയറിലെ ഏതെങ്കിലും ഒരു രക്ഷിതാവ് പ്രതികരിക്കും. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സാർ. നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താണ്? ശരണ്യ. ശരണ്യ, ഓക്കെ. പ്രോവിഡൻസ് ജൂനിയറിലാണ് പഠിക്കുന്നത്? അതെ സാർ. ഓക്കെ. കുട്ടിയുടെ കൂടെ നിങ്ങൾ ഇരിക്കാറുണ്ട്? ഇരിക്കാറുണ്ട്. അപ്പൊ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു 2-3 കോഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങി പറയുന്നേക്കാണ് മുമ്പ് എന്നൊന്ന് വിളിച്ചാൽ മതി, ഞാൻ ചെയ്തോളാം. കേട്ടോ? ഓക്കെ സാർ. ശരി. അപ്പൊ പ്രോവിഡൻസ് ജൂനിയർ ആയി, ആംഗ്ലോ ഇന്ത്യൻ ആയി. ഇനി വേറെ ഏത് സ്കൂളിലെ കുട്ടികളാണ് ഇതിലുള്ളത്? രക്ഷിതാക്കൾ ആരാണ് പറയുന്നത്? രക്ഷിതാക്കളാണ് പറയേണ്ടത്, കുട്ടികളല്ല. രക്ഷിതാക്കളാണ് പറയേണ്ടത്, കുട്ടികളല്ല. സേക്രഡ് ആർട്സിലെ കുട്ടി ഏത് സ്കൂളിൽ? സേക്രഡ് ആർട്സ് എവിടെ? സേക്രഡ് ആർട്സ് പയ്യോളി. കുട്ടിയുടെ പേരെന്താണ്? ശരി. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി വേണം മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആരാധ്യ, ഞാൻ പറയുന്നത് കേൾക്കാം? യെസ്. ആരാധ്യ ഈ ക്വസ്റ്റ്യൻ വായിച്ചോ. May 1st is Wednesday. ആ ക്വസ്റ്റ്യൻ വായിച്ച പോലെ. May 1st is Wednesday. How many Fridays in May? കുട്ടികൾ ടൈപ്പ് ചെയ്ത് അവസാനം അതേ മോളെ ഉത്തരം പറയാവും. അവരെല്ലാരും ടൈപ്പ് ചെയ്യട്ടെ. അവരുടെ ടൈപ്പ് ചെയ്യാൻ സമയം കൊടുക്കും. ഹൗ മെനി ഫ്രൈഡേസ് ഇൻ മെയ്? മെയ് 1st, മെയ് 1-ാം തീയതി ബുധനാഴ്ചയാണ്. ഹൗ മെനി ഫ്രൈഡേസ് ഇൻ മെയ്? എങ്കിൽ ആ മെയ് മാസം എത്ര വെള്ളിയാഴ്ചകളുണ്ട്? അതാണ് ചോദ്യം. അതിനകത്ത് ഇപ്പം ഒന്നും മിണ്ടരുത്. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ പരമാവധി. അതിനകത്ത് ഏതൊക്കെ ആൻസർ ആണ് മോളെ വരുന്നത്? So 5. 5-ഉം 4-ഉം. 5, 4. അതൊരു സമാധാനമായി. 5ഉം 4 അല്ലാതെ 3 ഒന്നും പറഞ്ഞില്ലല്ലോ, സമാധാനമായി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5. അതിലപ്പുറം ഒരു കാര്യത്തിൽ പോയില്ല, അതിലിപ്പുറം പോയില്ല. കാരണം ഏതൊരു മാസത്തെ കലണ്ടറിലും 4 ശനി, 4 വെള്ളി, 4 വ്യാഴം, 5 ബുധൻ, 5 ട്യൂസ്ഡേസ്, 5 മൺഡേസ്, 4 സൺഡേസ്. എന്താ? 4 സൺഡേസ്, 5 മൺഡേസ്, 5 ട്യൂസ്ഡേസ്,
5 Wednesdays. ആരാധ്യ, ഞാൻ പറയുന്നതനുസരിച്ച് പറഞ്ഞോളാം. ഞാൻ ഈ വിരലിങ്ങനെ കാണിക്കുമ്പോൾ how many Sundays? 4. ജാനുവരി ആണ്, ജാനുവരിയുടെ കാര്യം നമ്മൾ മെയ് മാസം നിൽക്കുന്നത്, ജാനുവരിയുടെ കാര്യം പറയുന്നത്. How many Sundays? 4. How many Mondays? 5. How many Tuesdays? 5. 5. How many Wednesdays? 5. 5. How many Thursdays? 4. 4. How many Fridays? 4. How many 4. Saturdays? 4. 4. Total in January, how many days? 31. 31. January 1st, 2024 starts in first January 1st starts in Monday. How many Mondays in the whole year? How many Mondays in the whole year? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഓളെ നോക്കി വായിച്ചാൽ മതി, പേടിക്കണ്ട, ധൈര്യമായിട്ട് വായിച്ചോ. How many Mondays in the whole year? Sir, 53. 53 is the right answer. There are 53 Mondays. Mondays 53. Very good. ആരാധ്യ, എന്റെ അടുത്ത ചോദ്യത്തിന് കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്, ഓളെ വായിച്ചാൽ മതി. How many Tuesdays? How many Tuesdays in the whole year? എത്ര ചൊവ്വാഴ്ചകളുണ്ട്? കുട്ടികളുടെ കമന്റ് ചെയ്ത് നോക്കുമ്പോൾ Sir, 53. 53. That is also 53. Why? അതിന് ആരാധ്യയാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് രണ്ട് 53 ആളുടെ കാരണം പറയൂ. Because of this reason. Because of this reason. This year is This year is leap year. leap year. This year is leap year. 2024 is leap year. So there are the starting ഉള്ള Mondays 53, starting Tuesdays 53. ഇനി ആരാധ്യയുടെ അടുത്ത ചോദ്യം. How many Wednesdays മോളെ? 53. How many Wednesdays? മോളെ പറയൂ. How many Wednesdays? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത് മോളെ പറഞ്ഞു പോരെ. Sir, 53. 52, not 53. 52. How many Thursdays? That is also 52. How many Fridays? Aradhya? 52. നോക്കി വായിക്കും മോളെ. 52. അത് നോക്കി വായിക്കാനാ രണ്ട് കോഹോസ്റ്റൈലുകൾ വെച്ചത്. 52. Yes. How many Saturdays? 52. 52. 52. How many Sundays? 53. 52. 52. Okay. അപ്പൊ മനസ്സിലാക്കേണ്ടത് 2024 എന്ന ഇയർ ലീപ് ഇയർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള 1-ാം തീയതി 2-ാം തീയതിയും 53 വീതം ഉണ്ടാവുകയും ബാക്കി എല്ലാ 5 ദിവസങ്ങളും 52 വീതം ഉണ്ടാവുകയും ചെയ്താൽ ആരാധ്യയുടെ ചോദ്യം ഇതാണ്. How many days are in the whole year? 366. 366. Very good. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. Now come to the 2023. 2023 is not a leap year. അത് ഓർഡിനറി ഇയർ ആണ്. ആ 2023 ഇത് പ്രകാരമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേയിലാണ്. ജാനുവരി 1st സൺഡേ ആയിരിക്കും. ഇതാണെങ്കിൽ ഇത് മൺഡേ ആണെങ്കിൽ അതെന്തായാലും സൺഡേ. അങ്ങനെയാണെങ്കിൽ ഈ സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനുവരി 1 സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനുവരി 31 സൺഡേയിൽ തന്നെ എൻഡ് ചെയ്യും. അതുകൊണ്ടാണല്ലോ 2024 ജനുവരി 1 മൺഡേ ആയത്. എന്റെ ചോദ്യം അതല്ല. 2023 ജനുവരി 1 സൺഡേ ആണെങ്കിൽ how many Sundays in the whole year 2023? Aradhya? Sir, 53. 53. Very good. How many Mondays? Sir, 50. 52. 50? 52. 52. Why? It is not leap year. This is not a leap year. അപ്പൊ ബാക്കിയെല്ലാം 52 ഉണ്ടാവും.
അങ്ങനെയാണ് ഇത് നമുക്ക് 365 കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്: മെയ് 1 വെനസ്ഡേ ആണ്. ഹൗ മെനി ഫ്രൈഡേസ് ഇൻ മെയ് എന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്. 5 ആണ് ശരിയായ ആൻസർ. ആരാധ്യ എന്റെ കൂടെ ജോയിൻ ചെയ്യണം. മെയ് 1 തീയതി വെനസ്ഡേ കിട്ടിയിട്ടുണ്ട്. ആ വെനസ്ഡേ മേലാണ് എഴുതുന്നു. ആരാധ്യ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ആരാധ്യ ഞാൻ വിളിച്ചു പറയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ആരാധ്യ ഒരു കരുതലിൽ 1 തീയതിയും 29 തീയതിയും ഒരേ ദിവസമായിരിക്കും. അത് ഓർത്ത് വെച്ചോളൂ. 1/9/29. അപ്പൊ ഇവിടെ 1 തീയതി മെയ് മാസം പറഞ്ഞിരിക്കുന്നത് വെനസ്ഡേ ആണെങ്കിൽ അടുത്ത വെനസ്ഡേ വരുന്നത് എപ്പോഴാണ് ആരാധ്യ? Sir, 8. Sir, 8. അടുത്ത വെനസ്ഡേ വരുന്നത് എപ്പോഴാണ് മോളെ? കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് മോളെ നോക്കിയത് വായിക്കുവോ? 15. മിണ്ടാതിരിക്കില്ല. യെസ്. അടുത്ത വെനസ്ഡേ വരുന്നത് എപ്പോഴാണ്? 22. 22. ഗുഡ്. നമുക്ക് സ്പീഡ് പോണ്ടേ. അടുത്ത വെനസ്ഡേ വരുന്നത് എപ്പോഴാണ്? 29. ശരി. അപ്പൊ മെയ് മാസമാണ്. അതാണ് നിങ്ങളോടുള്ള ചോദ്യവും. എന്താണ് ചോദ്യം? വെനസ്ഡേ അല്ല നമ്മളോട് ചോദിച്ചത്. ഹൗ മെനി ഫ്രൈഡേസ് ഇൻ മെയ് എന്നാണ്. ഓ, അതാണ് ചോദ്യം. യെസ്. ഇത് വെനസ്ഡേ 1 തീയതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേഴ്സ്ഡേ എത്രാം തീയതിയാണ് പോലെ? 3. 3 or 2? 2. അപ്പൊ 2, 9, 16, 23, 30. നമ്മളോട് ചോദിച്ച ഫ്രൈഡേ അല്ലേ? അപ്പൊ ഫ്രൈഡേസ് എടുത്തോ. ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? 3. 3. 10, 17, 24. 24, 31. 31. ഇതെന്തുകൊണ്ട് 31 വന്നത്? മറുപടി പറയണം. അത് മെയ് മാസം കൊണ്ട്. മെയ് മാസമായത്. അതൊക്കെ പെട്ടെന്ന് പറയണം. ശരി. അപ്പം ഫ്രൈഡേസിന്റെ എണ്ണം 5 ആണ്. ഇത് കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ അവർക്ക് അറിയാം. ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നിങ്ങൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ചെയ്യാം. ഗ്രൂപ്പിലൂടെയോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാം. അതൊന്നെങ്കിൽ നേരത്തെ എനിക്ക് അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. നിങ്ങളുടെ ചോദ്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. Sir, കേൾക്കുന്നില്ല. ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ പ്രയാസമുള്ളത് മാത്രം ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആരാധ്യ, എത്ര കുട്ടികൾ ഇന്നുണ്ട് മോളെ? Sir, കേൾക്കുന്നില്ല. 163 കുട്ടികളുണ്ട്. ശരി. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അയച്ചു. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. 10:35 സ്റ്റാർട്ട് ചെയ്തു. ആരെങ്കിലും ആവട്ടെ, ആരോ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. അയാൾ വീട്ടിലെത്താൻ 2 hours 45 minutes എടുത്തു. രാജു ആയിക്കോട്ടെ. രാജു സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഓഫീസ് 10:35. After 2 hours and 45 minutes, he reached home. വീട്ടിലെത്തി. അറൈവൽ ടൈം എപ്പോഴാണ് വീട്ടിലെത്തിയത്? രാജു വീട്ടിലെത്തിയത് ഏത് സമയത്താണ്? ടൈപ്പ് ചെയ്തോളൂ. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് പറയാം. മുന്നോട്ട് പറയാം. മറുപടി പറയേണ്ട ഒരു കുട്ടിയുടെ സ്കൂളിന്റെ പേര് ഞാൻ വിളിക്കാം. ശ്രീനാരായണ സ്കൂളിലെ ഒരു കുട്ടിയാണ്. ഇതിലുണ്ടെങ്കിൽ മറുപടി പറയേണ്ടത്. ഞാൻ ആ കുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ്. ശ്രീനാരായണ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ?
Yes. Yes, sir. എന്താ പേര്? Yes, sir. Yes, sir. 120. ഒരു കുട്ടി മറുപടി പറയും. എത്രയാണ്? 120, sir. 1 hour 120 20 എന്ന് minutes. മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 120 എന്ന് പറയുമ്പോൾ മാത്രം അംഗീകരിക്കില്ല. 110 minutes. ആരാധ്യയിലേക്ക് തന്നെ പോകാം. ആരാധ്യ, കുട്ടികൾ ടൈപ്പ് ചെയ്ത് ആൻസർ എത്രയാണ്? Sir, 120. 120. എനിക്കറിയേണ്ടത് AM ആണോ PM ആണോ എന്നാണ്. Sir, AM. എന്താ PM ആയിക്കൂടെ? സാർ ഇതില് ടൈം മെൻഷൻ ടൈം ഇതില് PM-ഉം AM-ഉം മെൻഷൻ ചെയ്തിട്ടില്ല. അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10:35 പുറപ്പെട്ടിട്ട് 2 മണിക്കൂർ 45 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഞാൻ മറ്റുള്ള കുട്ടികളെയും കൂടി ഒന്ന് മൈക്ക് ഓൺ ചെയ്യട്ടെ. കുട്ടികളാണ് ഇടപെടുന്നത്. നിങ്ങൾ ഈ 120 മക്കളെ നിങ്ങൾക്ക് സംസാരിക്കാം. 120 AM ആണോ PM? ഒരു സ്കൂളിന്റെ പേര് വിളിക്കാം. സ്കൂളിന്റെ പേര് എല്ലാരും കൂടി വേണം വെക്കല്ലേ. സ്കൂളിന്റെ പേര് വിളിക്കുന്നു. ആംഗ്ലേയൻ സ്കൂളിലെ കൂടെ ഇരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് പറയുന്നത്. AM ആണോ PM ആണോ? രക്ഷിതാവ് പറയട്ടെ. PM എന്ന് പറയാനുള്ള കാരണം എന്താണ്? 120 PM. അതെ, ആ രക്ഷിതാവ് പറയട്ടെ. PM എന്ന് പറയാനുള്ള കാരണം എന്താണ്? ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ആ രക്ഷിതാവ് പറയട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ PM എന്ന് നിങ്ങൾ കൊടുക്കാനുള്ള കാരണം? AM PM മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ 24 hours ആകുക. അപ്പൊ 13:20. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് AM-ഉം PM-ഉം നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ പ്രശ്നം പറഞ്ഞത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 10:35 കൂടെ നമ്മൾ 2 മണിക്കൂറും ആ രക്ഷാവ് തുടരണം. 45 കൂടി കൂട്ടിയാൽ ഇത് എത്രയാണ് കിട്ടും? 13:20 കിട്ടും. അല്ല, ഇത് നോക്കിക്കോളൂ. 12 ഇങ്ങനത്തെ കൂട്ടാലോ. എങ്ങനെ എടുക്കാം? 12:75 എടുത്താൽ വേണമെങ്കിൽ. അല്ല, സോറി, 12 5 5 10 4 3 8 12 എടുത്തൂടെ? അതെങ്ങനെയാ? 13:20 60 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 60 പോലെ 60 പോകും. അങ്ങനെയാണ് തന്നെ ഈ 12:80 60 + 20 എന്നാക്കി എടുത്തൂടെ? ഈ 60 1 മണിയിലേക്ക് പോയത്. അതെ, അങ്ങനെ ചെയ്യാലോ. ഓ, അപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്. എന്താണ് കുട്ടിയുടെ പേരെന്താണ്? ആരാധ്യ നിജിൽ. ആരാധ്യയുടെ കൂടെ ഇരിക്കുന്നില്ല. അപ്പൊ 1:20 അത് ഇതൊന്ന് ഒന്ന് വ്യക്തമായി കൊടുക്കണം കുട്ടികൾക്ക്. കുട്ടികൾ പലതും പറഞ്ഞു AM ആയിക്കൂടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഒന്നുകൂടി പറയും. ഈ ഫസ്റ്റ് പറഞ്ഞ സ്റ്റാർട്ടിംഗ് ടൈമിന്റെ AM-ഓ PM-ഓ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ 24 hours ഞാൻ എടുക്കുന്നത്. അപ്പൊ ഈ 10:30 കൂടെ 2:45 കൂട്ടിയാല് 24 hours നോക്കുകയാണെങ്കിൽ ഈ 10:35 എന്ന് മാത്രം ചോദ്യത്തിൽ തന്നാൽ അത് AM ആണോ PM ആണോ? അത് പിന്നെ AM ആണ് വരിക. അതായത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് AM-ഉം PM-ഉം തന്നിട്ടില്ലെങ്കിൽ അത് എന്തായാലും AM ആയിട്ടാണ് പരിഗണിക്കുന്നത്. അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതെ അതെ അതെ. യെസ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ രക്ഷിതാക്കൾ കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഈ 1 മാസം കൊണ്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ഇതാ അടുത്ത ചോദ്യം. നല്ല രസമുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക. എല്ലാവരും റെഡിയല്ലേ? എല്ലാ കുട്ടികളും ഓക്കെ ആണോ? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത എല്ലാരും. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? മൈക്ക് മ്യൂട്ട് ചെയ്തോ? യെസ്, മൈക്ക് മ്യൂട്ട് ചെയ്തു. ഒരു പാറ്റേൺ ആയിക്കോളൂ. 1 2 3. എന്റെ കൂടെ തന്നെ ആയിരിക്കും എല്ലാവരും. എല്ലാവരും എന്റെ കൂടെ തന്നെ ആയിരിക്കും. എന്നാ പിന്നെ വേഗം കഴിക്കും.
എല്ലാ മക്കളും അവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാ കുട്ടികളും മൈക്ക് മ്യൂട്ട്. എല്ലാ കുട്ടികളും മൈക്ക് മ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് ID നോക്കിയാൽ വിളിക്കും. ആ കുട്ടി വന്നാൽ അതിനകത്ത് എഴുതിയോ മോളെ? 1 2 3 Yes, sir. എഴുതി. 4 5 6 ഇങ്ങനെ തന്നെ എഴുതണേ. 7 8 9 10 11 12 13 14 15. അതിനകത്ത് ഏതൊരു രസമില്ലേ സംഭവം കാണാൻ? ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലുണ്ടോ ആരാധ്യം? Yes, sir. ട്രയാങ്കിളിന്റെ ഷേപ്പിലുണ്ട്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ ഈ അവസാനം കാണുന്ന ഈ നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ട്രയാങ്കിൾ വരയ്ക്കുന്നതോടുകൂടി അതിന്റെ പേര് മാറുകയാണ് ആരാധ്യ. എന്ത് പേരാണ് കൊടുക്കേണ്ടത്? Triangular number. ട്രയാങ്കുലർ നമ്പർ, ത്രികോണ സംഖ്യയാണ്. അതാണ് ത്രികോണം വരച്ചത്. നിങ്ങളോടുള്ള ചോദ്യം ഒന്നല്ല. ഒന്നാമത്തെ വരിയിൽ 1 രണ്ടാമത്തെ വരിയിൽ 2 3 തേർഡ് ലൈനിൽ 4 5 and 6, ഫോർത്ത് ലൈൻ 7 8 9 10, ഫിഫ്ത് ലൈനിൽ ഇങ്ങനെയൊക്കെയാണ്. എന്റെ ചോദ്യം ഇതാണ്, what is the last number? What is the last number in the 10th line? What is the last number in the 10th line? ആരാധ്യ, കുട്ടികൾ ടൈപ്പ് ചെയ്ത് കാണുന്നുണ്ടോ മോളെ? Yes, sir. Yes, sir. 55. 55. നല്ല ആൻസർ ആണ്. 55. കറക്റ്റ് ആൻസർ ആണ്. 10 into 11/2 എന്ന് കുട്ടികൾ പഠിച്ചത് കൊണ്ടാണ് 55 ടൈപ്പ് ചെയ്തത്. ആ കുട്ടികൾക്ക് ലൈക്ക് കൊടുക്കും ആരാധ്യ. കൊടുത്തോ മോളെ? Yes, sir. കൊടുത്തു. ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആരാധ്യ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത എന്റെ ചോദ്യത്തിലേക്ക് മറുപടി പറയാം. അടുത്ത എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. What is the sum of? What is the sum of the last numbers? The last numbers in the 9th and 10th line. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ 9ാമത്തെ വരിയിലെയും 10ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പേഴ്സിന്റെ സം എത്രയാണ്? ആരാധ്യ, എന്റെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കുമ്പോൾ. ആ ചോദ്യം എന്റെ നിന്ന് വ്യക്തമായി കൊടുക്കും. ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ ആരാധ്യക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. കൂട്ടത്തില് വേറെ ഏതെങ്കിലും കുട്ടി പറയാം. Sir, already on. ആ പറയും. Sir, 36. Sir, 36. എന്റെ ചോദ്യം ഇതാണ്, 9ാമത്തെ വരിയിലെയും 10ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പേഴ്സ്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക, രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഈ പ്രാവശ്യം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. യെസ്, ഓക്കെ. നിങ്ങൾ അവിടുന്ന് കുട്ടികളായിട്ട് സംസാരിക്കുന്ന ഇവിടെ കേൾക്കാം. ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, 2 അവസാനത്തെ നമ്പേഴ്സ് അടുത്തടുത്ത് ചോദിച്ചിട്ടാണ് സമ്മതാണ് ഞാൻ ചോദിച്ചത്. ആരാധ്യ, ഇവിടെ 1 2 3 4 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണ് മോളെ? 10. 5ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാണ് മോളെ? 50. ഞാൻ മോളോട് ചോദിക്കുന്നു, 4ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 10ഉം
അഞ്ചാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 15 കൂടി കൂട്ടിയാൽ എത്രയാണ്? 25. 25. ആ 10 + 25 10 + 15 25 കിട്ടാൻ ഇപ്പോൾ എന്ത് എളുപ്പമാർഗമാണ് ഇവിടെ കാണുന്നത്? ആരാധ്യ മറുപടി പറയണം. എന്ത് എളുപ്പമാർഗമാണ് ഇവിടെ കാണുന്നത്? 10 പേരെയും 15 പേരെയും കണ്ടിട്ട് 2 കൂടി ആഡ് ചെയ്ത് 25 കിട്ടണോ? വേറെ എന്ത് എളുപ്പമാർഗമാണ് ഇവിടെ കാണുന്നത്? ആർക്കും അറിയാം? ആർക്കും അറിയാം? മൈക്കോണാണ്. ആർക്കും അറിയാം? ആർക്കും അറിയാം? മൈക്കോണാണ്. 1, 2, 3, 4 നാലാമത്തെ വരിയിലെ അവസാന നമ്പറായ 10ഉം അഞ്ചാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറായ 15 കൂടി കൂട്ടിയാൽ എത്രയാണ്? 25. 25. ആ 25 കിട്ടാനുള്ള എളുപ്പമാർഗം എന്താണ്? 5² നമ്പർ ഒന്നും കുട്ടികൾ പരിചയപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. 9ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ വരുമ്പോൾ ശ്രദ്ധിക്കുക, 9 × 10/2 ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം. 9 × 10/2 90ന്റെ പകുതിയായ 45. 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 10 × 11/2 ആയ 55 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100. നിങ്ങളോട് ഞാൻ ചോദിച്ചത് 9ാമത്തെ വരിയിലെയും 10ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പറിന്റെ സമ്മ ചോദിച്ചാൽ നിങ്ങൾ ഇത് രണ്ടും പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് പറഞ്ഞ 10നെ 10 കൊണ്ട് വിളിച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 എന്നിങ്ങനെ കൊടുത്തു. ഇതെന്താ ചെയ്യേണ്ടത്? ചോദ്യം ഇതാണ്. ഈ പാറ്റേണിലെ 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? ലാസ്റ്റ് നമ്പർ അല്ലേ? ഫസ്റ്റ് നമ്പർ ഏത്? Which is the first number in the 10th line? അതാണ് ഒരു ചോദ്യം. ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. രണ്ടാമതൊരു പാറ്റേൺ വരുന്നു. 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഇത് വേറൊരു പാറ്റേൺ ആണ്. ചോദ്യം ഇതാണ്. ഈ പാറ്റേണിലെ 10th ലൈനിലെ എല്ലാ നമ്പേഴ്സിന്റെയും ഞാൻ 2 കൂട്ടർ മലയാളം ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. സം എത്രയാണ്? സം തുക. What is the sum of the all numbers in the 10th line? 10ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെ സം. ഇപ്പൊ വേറെ ആൻസർ ടൈപ്പ് ചെയ്യുന്നത് ഇതിപ്പോ യൂട്യൂബിൽ വരും. ആ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താൽ മതി. ചോദ്യം ഇതാണ്. What is the sum of the whole lines in the 10th line? All numbers in the 10th line. What is the sum of the whole numbers in the 10th line? ഇത് 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? ഈ 2 പാറ്റേണിന്റെ ആൻസർ ആണ് ഇന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുക.